നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. പട്ടയ വിതരണം തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി സർക്കാർ ചോദിച്ചു വാങ്ങിയതെന്ന ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. ഇടുക്കിയെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ടെന്നും ജില്ലയിലെ പ്രതിസന്ധികൾ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും MP. പൂപ്പാറയിൽ ഒഴുക്കിൽപ്പെട്ട് 2.5 വയസ്സുകാരൻ മരിച്ചത് തമിഴ്നാട് തേനി സ്വദേശികളായ കണ്ണൻ ഭുവനേശ്വരി ദമ്പതികളുടെ ഇളയ മകൻ മിത്രൻ. അപകടം പൂപ്പാറ മൂലത്തറയിലെ അമ്മ വീട്ടിലെത്തിയപ്പോൾ. ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ കണ്ണമ്പടി ആദിവാസി ഊരുകളിൽ അടിസ്ഥാന വികസനം നടപ്പിലാക്കാൻ പദ്ധതി തയ്യാറാകുന്നു. പദ്ധതി നടപ്പാക്കുന്നത് നബാർഡിന്റെ 25 കോടി രൂപയുടെ സഹായത്തോടെ പട്ടികവർഗ വകുപ്പ്. ലക്ഷ്യം കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ ആദിവാസി കോളനികളുടെ സമഗ്ര വികസനം. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന പദവിയിലേക്ക്. ഈ പദവിയിലെത്തുന്ന ഇടുക്കിയിലെ ആദ്യ ദേവാലയമാണ് നെടുങ്കണ്ടം. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പ്രഖ്യാപനവും നവീകരിച്ച ദേവാലയത്തിന്റെ കൂദാശയും വ്യാഴാഴ്ച നടക്കും. വിശദമായ വാർത്തകളിലേക്ക്. പട്ടയ വിതരണം തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി സർക്കാർ ചോദിച്ചു വാങ്ങിയതെന്ന ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. ഇടുക്കിയെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഉത്തരവാദി ജില്ലയിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നിരുത്തരവാദിത്വമായ സമീപനം സ്വീകരിച്ച കേരള സർക്കാരാണ്. ജില്ലയിലെ ഭൂവിഷയ വസ്തുതകൾ കോടതിയെ കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാർ അഭിഭാഷകർ പരാജയപ്പെട്ടു. സർക്കാർ അഭിഭാഷകർ ഒളിച്ചു കളിച്ചതിനെ തുടർന്ന് ഒരു ജില്ലയൊന്നാകെ പ്രതികൂല സാഹചര്യത്തിൽപ്പെട്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ടെന്നും ജില്ലയിലെ പ്രതിസന്ധികൾ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും MP ഉപ്പുതറയിൽ പറഞ്ഞു. ഏറ്റവും പ്രതിസന്ധിയുടെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ഇതിനു കാരണമായിട്ടുള്ളത് ഇന്ന് നിലനിൽക്കുന്ന ഗവൺമെൻറ്റിൻ്റെ നിരുത്തരവാദപരമായിട്ടുള്ള പല സമീപനങ്ങളുമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ 964 മുതൽ 71 വരെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ആ കാലയളവിനുള്ളിൽ കൈവശം വന്നിട്ടുള്ള ഭൂമി നിയമാനുസൃതമല്ല എന്ന് കോടതി നിരീക്ഷിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ ജില്ലയിലെ വസ്തുതകളെ സംബന്ധിച്ച് കോടതിയെ ബോധ്യപ്പെടുത്താൻ സർക്കാർ അഭിഭാഷകർ പരാജയപ്പെട്ടെടുത്ത് ഇപ്പോൾ പട്ടയ വിതരണം സമ്പൂർണ്ണമായി നിലച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഇത് വരുത്തിവെച്ച ഒരു വിധിയാണ്. ഇത് സർക്കാരിൻ്റെ പരാജയമാണ്. അപ്പോൾ നമ്മുടെ സർക്കാർ അഭിഭാഷകരെ സംബന്ധിച്ചിടത്തോളം അവർ കോടികൾ വാങ്ങി പ്രതിഫലം വാങ്ങി ആർക്ക് വേണ്ടിയിട്ടാണ് കോടതിയിൽ കേസ് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നു. ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഇവിടെ അധിവസിക്കാൻ പറ്റാത്ത ഒരു പരിസ്ഥിതി ഉണ്ടാക്കുന്ന ഒരു സമീപനമാണ്. അപ്പോൾ ആ സമീപനത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ കോടതിയിൽ ഈ വിധത്തിലുള്ള ഒരു ഒളിച്ചുകളി സർക്കാർ അഭിഭാഷകർ നടത്തിയത് വഴിയായി LA പട്ടയം അത് സമ്പൂർണ്ണമായി വിതരണം ചെയ്യുന്നത് നിലച്ചു പോകുന്ന തരത്തിലേക്ക്, അത് നിർത്തിവെക്കുന്ന തരത്തിലേക്കുള്ള വിധി സർക്കാർ ചോദിച്ചു വാങ്ങിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് സർക്കാർ ചോദിച്ചു വാങ്ങിയ വിധിയാണ്. ഇതിൻ്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ഈ ജില്ലയ്ക്കാകെയാണ്. അതിൽ ഒന്നാം പ്രതി എന്ന് പറയുന്നത് സർക്കാർ അഭിഭാഷകരാണ്. അതിൽ ഒളിച്ചു കളിച്ചിട്ടുള്ള മുഴുവൻ ആളുകളെയും സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുന്നിൽ മാപ്പ് പറയണമെന്ന് കൂടി ഈ ഘട്ടത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. പൂപ്പാറയിൽ ഒഴുക്കിൽപ്പെട്ട് 2.5 വയസ്സുകാരൻ മരിച്ചു. തമിഴ്നാട് തേനി സ്വദേശികളായ കണ്ണൻ ഭുവനേശ്വരി ദമ്പതികളുടെ ഇളയ മകൻ മിത്രനാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. പൂപ്പാറ മൂലത്തറയിലെ അമ്മ വീട്ടിലെത്തിയപ്പോഴായിരുന്നു അപകടം. സഹോദരനൊപ്പം പുഴയ്ക്കു സമീപം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് 2.5 വയസ്സുകാരൻ അപകടത്തിൽപ്പെട്ടത്. മൂലത്തറയിലെ വീടിന് സമീപത്തുകൂടിയാണ് പന്നിയാർ പുഴ ഒഴുകുന്നത്. പകൽ 2:30യോടെയാണ് മിത്രൻ സഹോദരൻ ലളിത് കുമാറിനൊപ്പം വീടിന് സമീപമുള്ള പുഴയുടെ കരയിൽ എത്തിയത്. മിത്രൻ പുഴയിൽ ഇറങ്ങിയ വിവരം അമ്മ ഭുവനേശ്വരിയോട് പറയാനായി സഹോദരൻ ലളിത് കുമാർ വീട്ടിലേക്ക് പോയ ഉടൻ മിത്രൻ ഒഴുക്കിൽപ്പെട്ടു. കുട്ടിയെ നമ്മളിപ്പോൾ ഈ മൂലത്തറ പാലത്തിന്റെ മേളിൽ നിന്നായിരുന്നു 2:20 പോയെന്ന് അറിഞ്ഞു. നമ്മൾ അറിഞ്ഞപ്പോഴത്തേക്ക് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിരുന്നു. വന്നു കഴിഞ്ഞ് മേൽവശം മുതലുള്ള ഭാഗം നമ്മൾ ഓരോ പാറയിടുകൾ ഇളക്കി പുല്ല് ഒരുപാട് ഈ വേസ്റ്റുകൾ തുണികൾ വരുന്ന കാരണം ഇങ്ങനെ കുരുങ്ങി കിടക്കുമായിരുന്നു. അതെല്ലാം മുറിച്ചു മാറ്റി ചെല്ലുമ്പോൾ പാലത്തിന്റെ താഴെ ഒരു തടിക്കഷ്ണം ഉണ്ടായിരുന്നു. അതിനകത്ത് ഇടയ്ക്ക് കുടുങ്ങിയിരിക്കുമായിരുന്നു. നാട്ടുകാരും നെടുങ്കണ്ടം ഫയർഫോഴ്സ് യൂണിറ്റിലെ അംഗങ്ങളും ചേർന്ന പുഴയിൽ പരിശോധന നടത്തിയെങ്കിലും 1 മണിക്കൂറിന് ശേഷമാണ് ഇവരുടെ വീടിന് 50 മീറ്റർ അകലെ പുഴയിലുള്ള കരിങ്കിനടിയിലെ മരക്കുറ്റിയിൽ തങ്ങിയ നിലയിൽ മിത്രനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മിത്രന്റെ മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി.
ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ കണ്ണമ്പടി ആദിവാസി ഊരുകളിൽ അടിസ്ഥാന വികസനം നടപ്പിലാക്കാൻ പദ്ധതി തയ്യാറാകുന്നു. നബാർഡിന്റെ 25 കോടി രൂപയുടെ സഹായത്തോടെ പട്ടികവർഗ വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, ജലസേചനം, ശുചിത്വ പരിപാലനം, പൊതുമരാമത്ത് തുടങ്ങിയ ആദിവാസി കോളനികളുടെ സമഗ്ര വികസനമാണ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. ജില്ലയിൽ കണ്ണമ്പടി, ഇടമലക്കുടി എന്നീ ആദിവാസി കുടികളാണ് നബാർഡിന്റെ പട്ടികയിലുള്ളത്. കണ്ണമ്പടി വനമേഖലയിലെ 12 ഊരുകളിലായി 900ഓളം ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഊരുകളിലേക്കുള്ള റോഡുകൾ ഒന്നും സഞ്ചാരയോഗ്യമല്ല. വിദ്യാഭ്യാസ സൗകര്യം ഉൾപ്പെടെ എല്ലാ മേഖലയിലും പരാധീനതകൾ ഏറെയുണ്ട്. ഇവയ്ക്കെല്ലാം പരിഹാരമായാണ് അടിസ്ഥാന വികസനം നടപ്പിലാക്കുന്നത്. ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ കണ്ണമ്പടി ആദിവാസി ഊരുകളിലാണ് അടിസ്ഥാന വികസനത്തിനായി പദ്ധതി ഒരുങ്ങിയിരിക്കുന്നത്. കാലതാമസം കൂടാതെ എസ്റ്റിമേറ്റ്, DPR എന്നിവ സമർപ്പിക്കണമെന്നാണ് പട്ടികവർഗ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഉത്തരവെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ശിവ സത്യനാഥ് പറഞ്ഞു. ഉപ്പുതറ പഞ്ചായത്തിന്റെ 2-3 വാർഡുകളിൽ ഉൾപ്പെട്ട കണ്ണമ്പടി ആദിവാസി മേഖലകളിലേക്ക് നബാർഡിന്റെ സഹായത്തോടെ ITDPയിൽ നിന്ന് 25 കോടി രൂപ അലോട്ട്മെന്റ് ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ പ്രാഥമിക നടപടികൾ എന്ന നിലയ്ക്ക് മുഴുവൻ റോഡുകളുടെയും എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ എസ്റ്റിമേറ്റ് ഇന്നലെ കൊണ്ട് പൂർത്തീകരിച്ചു. ഇതിനകത്ത് റോഡുകളുടെ വികസനം മാത്രമല്ല, കണ്ണമ്പടി കോളനിയിലെ സമഗ്ര വികസനമാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെയുള്ള മുഴുവൻ ആളുകളുടെയും സമഗ്ര വികസനമാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃഷി, കുടിവെള്ളം, റോഡ്, അംഗനവാടികൾ, എല്ലാ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വേണ്ടിയിട്ടാണ് ഈ ഫണ്ട് അനുവദിച്ചു വന്നിരിക്കുന്നത്. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പഞ്ചായത്തും അതുപോലെ തന്നെ ആദിവാസികൾ കൂടുതലുള്ള പഞ്ചായത്തുമാണ് ഉപ്പുതറ പഞ്ചായത്ത്. ഇടമലക്കുടിയാണ് മറ്റ് പഞ്ചായത്ത്, ഇതുകൂടാതെ മറ്റൊരു പഞ്ചായത്തായിട്ട് ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ പ്രാഥമിക നിലയ്ക്കെന്ന് എസ്റ്റിമേറ്റ് എടുക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു ഓവർസിയറെ നിയമിക്കുകയും ഒപ്പം ITDPയിൽ നിന്ന് 2 ഓവർസിയറെ വിട്ട് തന്ന് അവരുടെ സഹായത്തോടു കൂടി നമ്മൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. 23-ാം തീയതിക്കകം നമ്മൾ പ്രോജക്റ്റ് സമർപ്പിക്കും. എസ്റ്റിമേറ്റോട് കൂടി പ്രോജക്റ്റ് സമർപ്പിക്കും. അതിനുശേഷം ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് AS&GS ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് ഈ പദ്ധതികൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നടപ്പിലാക്കും. എന്നാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ജോലി കഴിഞ്ഞ ആഴ്ചയാണ് തുടങ്ങിയത്. പട്ടികവർഗ വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും എഞ്ചിനീയറിംഗ് വിഭാഗം സംയുക്തമായാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്ന ജോലികൾ ചെയ്യുന്നത്. 22-നകം സമ്പൂർണ്ണ റിപ്പോർട്ട് നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പും ഗ്രാമപഞ്ചായത്ത് അധികൃതരും. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന പദവിയിലേക്ക്. ഈ പദവിയിലെത്തുന്ന ഇടുക്കിയിലെ ആദ്യ ദേവാലയമാണ് നെടുങ്കണ്ടം. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പ്രഖ്യാപനവും നവീകരിച്ച ദേവാലയത്തിന്റെ കൂദാശയും വ്യാഴാഴ്ച നടക്കും. ഹൈറേഞ്ചിലെ കുടിയേറ്റ കാലത്ത് ആരംഭിച്ച ദേവാലയമാണ് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ഫെറോന ദേവാലയം. ഇടുക്കി രൂപതയിൽ ഏറ്റവും അധികം ഇടവകാംഗങ്ങളുള്ള ദേവാലയങ്ങളിൽ ഒന്നാണിത്. ഓരോ വർഷവും തിരുനാൾ ദിവസങ്ങളിലും മറ്റ് ദിവസങ്ങളിലുമായി ലക്ഷക്കണക്കിന് വിശ്വാസികൾ ദേവാലയത്തിൽ എത്താറുണ്ട്. ഹൈറേഞ്ച് നിവാസികൾ നാടിന്റെ ആഘോഷമായാണ് തിരുനാൾ കൊണ്ടാടുന്നത്. ഈ സാഹചര്യത്തിലാണ് പുതുക്കിപ്പണിത ദേവാലയത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പദവിയിലേക്ക് ഉയർത്തുന്നത്. പ്രഖ്യാപനവും പുതിയ ദേവാലയത്തിന്റെ കൂദാശയും സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ നിർവഹിക്കും. മേജർ ആർച്ച് ബിഷപ്പിന് ഇടുക്കി രൂപതതല സ്വീകരണവും നെടുങ്കണ്ടത്ത് നൽകും. ഹൈറേഞ്ചിലെ ഏറ്റവും പുരാതനമായ ദൈവാലയങ്ങളിൽ ഒന്നാണ് നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന ദൈവാലയം. ഈ ദൈവാലയം സീറോ മലബാർ സഭയിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തപ്പെടുകയാണ്. സന്തോഷകരമായ ഒരു വാർത്തയാണിത്. വളരെയധികം തീർത്ഥാടകർ, നാനാജാതി മതസ്ഥരായ തീർത്ഥാടകർ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുന്ന പുണ്യഭൂമിയാണ് നെടുങ്കണ്ടം പള്ളി. ഇവിടെ വെച്ച് വ്യാഴാഴ്ച പുതുക്കിപ്പണിത ദൈവാലയത്തിന്റെ കൂദാശ കർമ്മം നടക്കുകയാണ്. അതോടൊപ്പം സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായ്ക്ക് ഇടുക്കി രൂപതയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണവും നൽകുകയാണ്. കൂദാശയെ തുടർന്ന് 19 മുതൽ 28 വരെ തിരുനാൾ നടക്കും.
27, 28 തീയതികളിൽ ടൗൺ പ്രദക്ഷിണവും നടക്കും. ഹൈറേഞ്ചിലെ ആദ്യത്തെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന പള്ളിയായിട്ട് നെടുങ്കണ്ടം പള്ളി ഉയർത്തപ്പെടുകയാണ്. ഇടുക്കി രൂപതയിലെയും ഹൈറേഞ്ചിലെ ആദ്യത്തേത്. അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷം ആദ്യമായിട്ട് ഇടുക്കി രൂപതയിലേക്ക് കടന്നു വരികയാണ്. മൊത്തം ചിലങ്കാഴ്ചകളിൽ മൊത്തം നോക്കുമ്പോൾ രണ്ടാമത്തെ ഔദ്യോഗിക സ്വീകരണം ഇടുക്കി രൂപതയിൽ നൽകുന്നു. അത് നെടുങ്കണ്ടത്ത് വെച്ച് വ്യാഴാഴ്ച നൽകുകയാണ് ചെയ്യുന്നത്. കൂദാശയോടനുബന്ധിച്ച് 18-ാം തീയതി പള്ളിയുടെ കൂദാശയും 19-ാം തീയതി മുതൽ 29-ാം തീയതി വരെ 10 ദിവസത്തെ തിരുനാൾ. കൂദാശകർമ്മത്തിൽ കൂരിയ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ, ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ, മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ, മോൺസിഞ്ഞോർ അബ്രഹാം പുറയാറ്റ്, മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ തുടങ്ങിയവർ സഹകാർമ്മികരാകും. വണ്ടിപ്പെരിയാർ 56-ാം മൈലിന് സമീപം KSRTC ബസ് നിയന്ത്രണം വിട്ട് റോഡിൽ നിന്നും തെന്നി മാറി. കോളേജ് കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്ന 20 അടി താഴ്ചയിലേക്ക് ബസ് മറിയാതിരുന്നതിനാൽ വൻ അപകടമൊഴിവായി. ബസിന്റെ സ്റ്റിയറിംഗ് ലോക്കായതാണ് അപകട കാരണം. രാവിലെ 5:45 അപകടം സംഭവിച്ചത്. കുമളിയിൽ നിന്നും കൊല്ലം കായംകുളം പോവുകയായിരുന്ന KSRTC ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. 56-ാം മൈലിന് സമീപം എത്തിയപ്പോൾ ബസിന്റെ സ്റ്റിയറിംഗ് ലോക്കായതിനെ തുടർന്ന് വാഹനം റോഡിൽ നിന്നും തെന്നിമാറി ബാരിക്കേഡ് തകർത്ത് ഒരു ഭാഗം റോഡിലും പകുതി ഭാഗം കുഴിയിലേക്കുമായി നിൽക്കുകയായിരുന്നു. ഈ സമയം 7 യാത്രക്കാരും ജീവനക്കാരുമടക്കം 9 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അയ്യപ്പ കോളേജിലെ പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിന് സമീപമാണ് അപകടം നടന്നത്. ബസ് ഹോസ്റ്റലിലേക്ക് പതിക്കാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. വലിയ ശബ്ദം കേട്ട് ഞെട്ടിയെഴുന്നേറ്റ കുട്ടികൾ ഹോസ്റ്റലിൽ നിന്നും പിന്നീട് മാറി. പീരുമേട് ഫയർഫോഴ്സ്, പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് ഏറെ പണിപ്പെട്ടാണ് വാഹനം കുഴിയിൽ നിന്നും റോഡിലേക്ക് മാറ്റിയത്. ഒരു മണിക്കൂറോളം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. നെടുങ്കണ്ടം കല്ലാറിന് സമീപത്തെ വളവിൽ ലോറി നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞ് 3 പേർക്ക് പരിക്ക്. വാഗമൺ സ്വദേശികളായ വയലിങ്കൽ വിഷ്ണു, പട്ടാളത്തിൽ റൂബിൻ, കോട്ടമല ചെറുപ്പല്ലിൽ സുനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെ 2 മണിയോടെയാണ് അപകടം നടന്നത്. വാഗമണ്ണിൽ നിന്നും തേയിലക്കൊളുന്തുമായി മൂന്നാറിലേക്ക് പോകുകയായിരുന്നു ലോറി. കല്ലാറിനു സമീപത്തെ വളവിലെത്തിയപ്പോൾ നിയന്ത്രണം നഷ്ടമാക്കുകയും സമീപത്തെ കൃഷിസ്ഥലത്തേക്ക് മറിയുകയുമായിരുന്നു. ശബ്ദം കേട്ടെത്തിയ അയൽവാസികൾ ലോറിയിൽ നിന്നും ജീവനക്കാരെ പുറത്തെടുത്ത് കല്ലാറിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. സ്ഥിരമായി അപകടങ്ങൾ ഉണ്ടാകുന്ന വളവാണ് ഇത്. ഭാരവാഹനങ്ങളും ചെറുവാഹനങ്ങളും നിയന്ത്രണം നഷ്ടപ്പെട്ട് അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതയാണ് ഇവിടെ അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ഇതിപ്പോൾ സാധാരണ മിക്ക ദിവസവും ഇങ്ങനെ വണ്ടി പറയുന്നുണ്ട്. ഇവിടെ ഒരു വാരിക്കേടോ ഒരു സിഗ്നൽ ബോർഡോ ഒന്നുമില്ല. ഇതിപ്പോൾ രാത്രി ഞങ്ങളെല്ലാം കൂടെ ഓടിച്ചെന്ന് ഇന്നലെ അതിനകത്ത് 5 പേരുണ്ടായിരുന്നു. 5 പേരെ വലിച്ച് അടിച്ച് ആശുപത്രി കൊണ്ടുപോയൊക്കെ ചെയ്തു. ആവശ്യമില്ലാത്തവരത്തൊക്കെ വാരിക്കേടൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വാരിക്കേട് ഈയിടെ വെച്ചിട്ടുണ്ടല്ലോ, മറ്റേ പമ്പിൻ്റെ താഴെ. അവിടെയൊക്കെ ഇവിടെയല്ലേ അത്യാവശ്യമായിട്ട് ഈ വാരിക്കേട് വെക്കുന്നുണ്ട്. സിഗ്നൽ ബോർഡൊന്നും സിഗ്നൽ ബോർഡൊന്നും ഇല്ല ഇവിടെ. മതിയായ മുന്നറിയിപ്പ് ബോർഡുകളോ ക്രാഷ് ബാരിയറുകളോ ഇവിടെ ഇല്ലാത്തതും അപകടങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കുന്നു. സ്ഥിരമായി ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് അറുതി വരുത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരങ്ങൾ പിണറായി സർക്കാരിന്റെ ഉറക്കം കെടുത്തുന്നുവെന്ന ഡീൻ കുര്യാക്കോസ് MP. യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരങ്ങൾ LDF സർക്കാർ ക്ഷണിച്ചു വരുത്തിയതാണ്. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന തരത്തിലാണ് ഇടതുപക്ഷ സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസ് നടത്തുന്ന ഇടപെടലും നിയമ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ടാണ്. അതിനുദാഹരണമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ്. അതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്നും MP ഉപ്പുതറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തീർച്ചയായും രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന ഒരു തലത്തിലാണ് CPMൻ്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷ ഗവൺമെൻറ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾ നിയമ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതെയാക്കുന്ന സമീപനങ്ങൾ, ഇതൊക്കെ പകൽ പോലെ വ്യക്തമാണ്. ശ്രീ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്. സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസിൻ്റെ സമരം ഈ ഗവൺമെൻറ് ക്ഷണിച്ചു വരുത്തിയത്. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസ് ഏറ്റവും സജീവമായ സമരങ്ങളുമായി മുൻപോട്ട് വന്നപ്പോൾ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായിട്ടുള്ള സത്യം.
അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നവകേരള സദസ്സിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിച്ചത്. അതിന് കാരണം എന്താ? ഇവിടെ പെൻഷൻ പോലും മുടങ്ങിക്കിടക്കുന്നു, സാധാരണക്കാർക്ക് ജീവിക്കാൻ വയ്യ. അപ്പോഴാണ് ഈ ദൂർത്തും കൊള്ളയും കൊള്ളിവയ്പുമായി ഒരു ഗവൺമെൻറ് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ അതിനെതിരെ യൂത്ത് കോൺഗ്രസ് സ്വാഭാവികമായി പ്രതിഷേധിക്കും. ആ പ്രതിഷേധങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഉറക്കം കെടുത്തി, മുഖ്യമന്ത്രിയുടെ ഉറക്കം കെടുത്തി എന്നുള്ളതിൻ്റെ തെളിവാണ് പിന്നീട് നടന്ന സംഭവ വികാസങ്ങൾ. ഏത് വിധേനയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സമര ഭടന്മാരെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ അതിനുശേഷം സെക്രട്ടേറിയറ്റ് മാർച്ച് നടക്കുന്നു, ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുന്നു. ആ സമരങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി ഏതെല്ലാം വിധത്തിൽ ഹീനമായ മാർഗങ്ങളാണ് പോലീസ് ഉപയോഗിച്ചത്. പെൺകുട്ടികളെ അടക്കം തെരുവിലൂടെ വലിച്ചടയ്ക്കുന്ന രീതി കണ്ടു, അവരുടെ തലമുടി കുത്തിന് പിടിക്കുന്ന സമീപനം കണ്ടു, അവരെ നിലത്തിട്ട് ചവിട്ടുന്ന സമീപനം കണ്ടു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ കേരളക്കര ഇന്ന് വരെ ദർശിച്ചതിൽ വെച്ച് ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ ഒരു ഫാസിസ്റ്റ് നടപടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെതിരായ പ്രതിഷേധം ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നും ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും അവസാനിപ്പിച്ചിട്ടില്ല. ശക്തമായ പ്രക്ഷോഭങ്ങളുമായി അതിനെതിരെ മുൻപോട്ട് പോകും എന്നുള്ളത് തന്നെയാണ്. നാടിന്റെ പുരോഗതിയുടെ നാഴികക്കല്ലായി മാറിയിരിക്കുന്ന ഇടങ്ങളാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻമാർ ജോസ് പുളിക്കൽ. കടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ +2 രജത ജൂബിലി സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കിയുടെ വളർച്ച ആരംഭിച്ചത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വരവോടെയാണെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. നാടിന്റെ പുരോഗതിയുടെ നാഴികക്കല്ലായി മാറിയിരിക്കുന്ന ഇടങ്ങളാണ് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും. ഇടുക്കിയുടെ വളർച്ച ആരംഭിച്ചത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വരവോടെയാണെന്നും മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. അങ്ങനെ വൈദ്യുതിയുടെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആരംഭിച്ചു. അങ്ങനെ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഇതിനു മുൻപാണ് നമുക്കറിയാം യു പി സ്കൂളൊക്കെ ആരംഭിച്ചത്. ഹൈസ്കൂളിന്റെ ആരംഭിക്കുന്നതിന് 54 വർഷങ്ങളുടെ ഒരു ചരിത്രമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഹയർ സെക്കൻഡറി കാഞ്ഞിരപ്പള്ളി കോർപ്പറേറ്റിലെ 3 ഹയർ സെക്കൻഡറി സ്കൂളുകളാണ് ആദ്യമായിട്ട് അനുവദിക്കപ്പെടുന്നത്. അത് കട്ടപ്പന ഹയർ സെക്കൻഡറിയും കാഞ്ഞിരപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളും അതുപോലെ തന്നെ വെള്ളാറംകുന്ന് ഹയർ സെക്കൻഡറി. ഈ 3 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ വളരെ ഉയർന്നു നിൽക്കുന്നു. 3 നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു. നമുക്കതിനെക്കുറിച്ച് അഭിമാനിക്കാം. ഒരു ഞെട്ടിൽ പിരിഞ്ഞ 3 പുഷ്പങ്ങൾ പോലെ പരസ്പരം അതിശയിപ്പിക്കുന്ന സൗന്ദര്യത്തോടുകൂടി 3 പുഷ്പങ്ങൾ അങ്ങനെ വിരിഞ്ഞ് ശോഭിക്കുന്നുണ്ട്. അതിൽ വളരെ വലിയ ശോഭയോടെ നിൽക്കുന്ന ഒരു പുഷ്പമാണ് നമ്മുടെ ഈ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് കാര്യത്തിൽ അഭിനന്ദിക്കുകയും ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ സിസ്റ്റർ മേരി അഗസ്റ്റിൻ, മിനിമോൾ ഫ്രാൻസിസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. മനസ്സുകളിൽ 1000 ചിദംബര സ്മരണകൾ മിന്നിമറയുമ്പോൾ കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ഡൊമിനിക് ഐലൂപ്പറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. സീനിയർ അസിസ്റ്റന്റ് KJ ജോസഫ് കോയിക്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മാനേജർമാരെ പ്രതിനിധീകരിച്ച ഫാദർ ജോൺ വെട്ടുവയലിൽ സംസാരിച്ചു. PTA പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, സ്കൂൾ പ്രിൻസിപ്പൽ മാണി KC, ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫ്, LP സ്കൂൾ ഹെഡ്മാസ്റ്റർ ദീപു ജേക്കബ്, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് സിജോ മോൻ ജോസ്, സ്കൂൾ ലീഡർ നിതിൻ റോയി എന്നിവർ സംസാരിച്ചു. വാർഷികത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. ഭരണഘടനാ ശില്പി ഭാരതരത്നം ഡോക്ടർ BR അംബേദ്കറുടെയും നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെയും സ്മൃതി മണ്ഡപം ജനുവരി 19 നാടിന് സമർപ്പിക്കുമെന്ന് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതിമ നാടിന് സമർപ്പിക്കും. കേരള ചരിത്രത്തിൽ ആദ്യമായി ഡോക്ടർ BR അംബേദ്കറുടെയും അയ്യങ്കാളിയുടെയും പൂർണ്ണകായ വെങ്കല പ്രതിമ ഒരേ പീഠത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ മതേതരത്വ, ജനാധിപത്യ, സമത്വം ഊട്ടിയുറപ്പിക്കാൻ ഇത് സഹായകരമാകും. ഇതോടെ വർഷങ്ങളായുള്ള വലിയ ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത്. നഗരസഭാ ഭരണസമിതി ഇതിനാവശ്യമായ ഫണ്ട് നീക്കിവെച്ച് നിർമ്മാണം പൂർത്തീകരിക്കുകയായിരുന്നുവെന്ന് ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ പറഞ്ഞു. ഭരണഘടനാ ശില്പി ഭാരതരത്നം ഡോക്ടർ BR അംബേദ്കറുടെയും നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെയും സ്മൃതി മണ്ഡപം 19/1/2024 ജനുവരി വെള്ളിയാഴ്ച 11 മണിക്ക് ബഹുമാനപ്പെട്ട കേരള ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിക്കുകയാണ്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നിർവഹിക്കും.
കേരള ചരിത്രത്തിൽ ആദ്യമായി ഈ രണ്ട് മഹത് വ്യക്തിത്വങ്ങളുടെ പൂർണ്ണകായ വെങ്കല പ്രതിമ ഒരേ പീഠത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ മതേതരത്വ, ജനാധിപത്യ, സമത്വം ഊട്ടിയുറപ്പിക്കാൻ സഹായകരമാകും ഈ സ്മൃതി മണ്ഡപം. ഇതോടെ വർഷങ്ങളായുള്ള വലിയ തർക്കത്തിനാണ് പരിഹാരമായിരിക്കുന്നത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രതിമ നാടിന് സമർപ്പിക്കും. ഡീൻ കുര്യാക്കോസ് MP മുഖ്യപ്രഭാഷണം നടത്തും. ഇതോടൊപ്പം കട്ടപ്പന നഗരസഭ മറ്റപ്പള്ളി പേരപ്പൻ സ്മാരക മിനി സ്റ്റേഡിയം മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിക്കും. ഇതോടെ പൊതുപരിപാടികൾക്ക് വലിയ പ്രയോജനകരമായി വേദി മാറും. ഓപ്പൺ സ്റ്റേജിന്റെ ഉദ്ഘാടനം ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ നിർവഹിക്കും. നാടിന് അഭിമാനകരമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ, സംസ്കൃതോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ നരിയമ്പാറ മന്ന മെമ്മോറിയൽ സ്കൂളിലെ പ്രതിഭകളെ ചടങ്ങിൽ അനുമോദിക്കും. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, കൗൺസിലർമാരായ ലീലാമ ബേബി, സിജു ചക്കുമൂട്ടിൽ, പ്രശാന്ത് രാജു, രാജൻ കാലാച്ചുറ, ബിനു കേശവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരട്ടിയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി സമാപനവും അധ്യാപക രക്ഷകർതൃ സമ്മേളനവും 19-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച 9:15 പൊതുസമ്മേളനത്തോടെയാണ് രജത ജൂബിലി സമാപനവും രക്ഷകർതൃ സമ്മേളനവും ആരംഭിക്കുക. തുടർന്ന് ഇടുക്കി രൂപതാ മെത്രാൻമാർ ജോൺ നെല്ലിക്കുന്നേൽ അധ്യക്ഷ പ്രസംഗം നടത്തും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ രജത ജൂബിലിയുടെ സമാപനം, അതുപോലെ തന്നെ സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ വാർഷികം, അധ്യാപക രക്ഷകർതൃ ദിനം, ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കും പ്രിൻസിപ്പലിനുള്ള യാത്രയപ്പ്, ഇത്രയും കാര്യങ്ങൾ ജനുവരി മാസം 19-ാം തീയതി വെള്ളിയാഴ്ച സെന്റ് തോമസ് പാരിഷ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. 1963 ഒരു LP സ്കൂളായിട്ട് ആരംഭിച്ച ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂള് അതിൻ്റെ വളർച്ചയുടെ വിവിധ പടവുകൾ താണ്ടി 1998 ഒരു ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയുണ്ടായി. 25 വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ജൂബിലി സമാപനത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ ജൂബിലി സമാപനത്തോട് അനുബന്ധിച്ച് നടത്തുന്ന സ്കൂൾ വാർഷിക സമ്മേളനത്തിൽ വെച്ച് ഈ വർഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ബഹുമാന്യരായ അധ്യാപകർക്ക് യാത്രയപ്പ് കൂടി നൽകുകയാണ്. വെബ്സൈറ്റ് ഉദ്ഘാടനം ഉടുമ്പൻചോല MLA MM മണി നിർവഹിക്കും. ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ എബ്രഹാം പുറിയറ്റ് രജത ജൂബിലി ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഒരു ഓഡിറ്റോറിയം എന്ന് പറയുമ്പോൾ അതൊരു പ്രോഗ്രാം നടത്തുവാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു അവസരമായി കാണാതെ ആധുനിക കാലഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ റോബോട്ടിക് എഞ്ചിനീയറിംഗ് പോലുള്ള അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ അത് പിന്തുടരുന്നതിൽ നമ്മളുടെ രാജ്യം ഏറെ പുറകിലാണ് എന്നുള്ള ഒരു വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നത്. പല കുട്ടികൾക്കും സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥ കൊണ്ട് പഠനം തുടരുന്നതിൽ ഒത്തിരിയേറെ തടസ്സങ്ങൾ നേരിടുന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ഇതുപോലുള്ള കോഴ്സുകൾ ചെയ്യാൻ വേണ്ടി അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലുള്ള സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ അവർക്ക് അവനവൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുവാനും മറ്റ് മേഖലകളിലേക്ക് കടക്കുവാനുമുള്ള അവസരമുണ്ടാവും. ക്ലാസ്സുകൾ കളയാതെ തന്നെ അവർക്ക് ഒരു വരുമാനം എന്ന നിലയിലേക്ക് ഇങ്ങനെയുള്ള കോഴ്സുകൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെയേറെ ഉപകാരപ്രദമായിരിക്കും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ഓഡിറ്റോറിയത്തിനെ കുറിച്ചിട്ടുള്ള സങ്കല്പം തന്നെ ഉണ്ടായത്. ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോർജ് തകടിയേൽ മൊമന്റോ സമർപ്പണവും ഫോട്ടോ അനാച്ഛാദനവും നിർവഹിക്കും. നീണ്ട നാളത്തെ സർവീസിനു ശേഷം വിരമിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ റിജി ജോസഫ്, ഹയർ സെക്കൻഡറി അധ്യാപിക സൂസമ്മ ജോസഫ് തുടങ്ങിയവർക്ക് ആദരവ് നൽകും. പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ റിജി ജോസഫ്, MV ജോർജ് കുട്ടി, ബിജു അറക്കൽ, ഉഷസ് ജോസഫ് എന്നിവർ പങ്കെടുത്തു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ വികസന മുരടിപ്പിനെതിരെ കോൺഗ്രസും BJPയും പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നു. റോഡുകളടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ പോലും മിക്ക വാർഡുകളിലും നടപ്പിലാകുന്നില്ലെന്ന ആരോപണം ഉയർത്തിയാണ് BJPയും കോൺഗ്രസും സമരത്തിനൊരുങ്ങുന്നത്. പഞ്ചായത്തിലെ സർക്കാർ അംഗീകാരമുള്ള കോളനികളിൽ പട്ടയം നൽകുന്നതടക്കം സാമ്പത്തിക ചിലവില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോലും ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നും ആരോപണമുണ്ട്. ത്രിതല പഞ്ചായത്തുകളുടെ സ്പില്ലോവർ പദ്ധതി പോലും നടത്താൻ ഉപ്പുതറയിൽ കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്തിലെ 18 വാർഡിലും വാർഷിക പദ്ധതിയിൽ തീരുമാനിച്ച ഒന്നുപോലും നടപ്പിലാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. സാമ്പത്തിക വർഷത്തിന്റെയും വാർഷിക പദ്ധതിയുടെയും കാലാവധി അവസാനിക്കാൻ
മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 1.5 മാസത്തിനുള്ളിൽ പദ്ധതികൾ പൂർത്തീകരിച്ചാൽ മാത്രമേ മാർച്ച് 31 മുൻപ് കരാറുകാർക്ക് ബില്ല് മാറാൻ കഴിയുകയുള്ളൂ. സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ അനുവദിച്ച പണം പോലും ട്രഷറിയിൽ നിന്നും മാറാൻ കഴിയുന്നില്ല. ഈ സ്ഥിതി തുടർന്നാൽ മുൻവർഷത്തെ സ്പില്ലോവർ പദ്ധതി നഷ്ടമാകുകയും 2023-24 പദ്ധതി സ്പില്ലോവറിലേക്ക് പോകുകയും ചെയ്യും. ഇതിനെതിരെ ജനുവരി 18 രാവിലെ 10 മുതൽ ടൗൺ വാർഡ് അംഗം ജെയിംസ് തേക്കോമന്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ഏകദിന ഉപവാസം നടത്തും. ജില്ലാ പ്രസിഡന്റ് C. സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. കുടിവെള്ളം, തകർന്നു കിടക്കുന്ന റോഡുകളുടെ പുനരുദ്ധാരണം അടക്കമുള്ള അടിയന്തര പ്രാധാന്യമുള്ള പദ്ധതികൾ നടപ്പാക്കാത്തതിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയും പ്രതിഷേധിച്ചു. നിലവിൽ ഉപ്പുതറ പഞ്ചായത്തിൽ 2023-24 സാമ്പത്തിക വർഷം എടുത്തിരിക്കുന്ന വർക്കുകൾ നിലവിൽ ഇതുവരെ പൂർത്തീകരിക്കാൻ പല വാർഡുകളിലും സാധിച്ചിട്ടില്ല. അതിന് നിലവിൽ കോൺട്രാക്ടർമാർ തയ്യാറാകാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. കഴിഞ്ഞ വർഷം തന്നെ എടുത്ത ഫണ്ട് വിനിയോഗിക്കാതെ ഈ പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് വരുമ്പോഴത്തേനും കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ പദ്ധതികളൊന്നും തന്നെ നടപ്പാകാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അടിയന്തരമായിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെട്ടുകൊണ്ട് കോൺട്രാക്ടർമാരെ കൊണ്ട് ടെൻഡർ എടുപ്പിച്ചുകൊണ്ട് വർക്ക് പൂർത്തീകരിക്കാനുള്ള ഒരു നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. ഉപ്പുതറ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ വികസന മുരടിപ്പാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് സംസ്ഥാന സർക്കാർ തരാതെ ഒഴിവാക്കിയിരിക്കുകയാണെന്ന് വേണം പറയാൻ. ഈ നടപടി മൂലം നമ്മുടെ ഗ്രാമീണ മേഖലകൾ അനിശ്ചിതാവസ്ഥയിലേക്ക്, വികസന മുരടിപ്പിലേക്ക് പോകുന്നു. മാത്രമല്ല 2 മാസത്തും കൂടിയേ ഉള്ളൂ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കാൻ. ഈ സാമ്പത്തിക വർഷം കൊണ്ട് ഇനി ഒന്നും നടക്കത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തുടർന്ന് വരുന്ന മഴക്കാലം കൂടെ വരുമ്പോൾ നമ്മുടെ ഗ്രാമീണ മേഖലകളിലെ റോഡുകളെല്ലാം കുളമായി മാറുന്ന ഒരു സ്ഥിതി വരും. ജനങ്ങളുടെ രോഷം ത്രിതല പഞ്ചായത്ത് മെമ്പർമാരുടെ നേരെയുള്ളതാകും. അത് സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാരിലേക്ക് മാറി ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ സമരവുമായി മുന്നോട്ട് വന്ന് സർക്കാരിൻ്റെ ഈ നയം മാറ്റിക്കൊണ്ട് ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് അത് വിനിയോഗിക്കുവാനും ട്രഷറി അടച്ചുപൂട്ടിയ അവസ്ഥയിൽ നിന്ന് പിന്മാറിക്കൊണ്ട് ട്രഷറി ആക്റ്റീവാക്കി മുന്നോട്ട് പോകുന്ന നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. ഉടൻ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ഷാൻ വെട്ടിക്കാട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P. നിക്സൺ എന്നിവർ അറിയിച്ചു. ജില്ലയിൽ വിവിധ പഞ്ചായത്തുകളിലായി നിരവധി പദ്ധതികളാണ് ഇപ്പോഴും പൂർത്തിയാക്കാനുള്ളത്. ഉപ്പുതറ വളകോട് 8-ാം നമ്പർ പ്ലാമൂട് കുര്യൻകണ്ടം റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3,16,27,000 രൂപ വകയിരുത്തിയാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. ആദ്യ കുടിയേറ്റ ഗ്രാമമായ ഉപ്പുതറയുടെ ഉൾഗ്രാമ പ്രദേശങ്ങളിലൊന്നാണ് വളകോട് പ്ലാമൂട് ഭാഗങ്ങൾ. എന്നാൽ ഗതാഗത രംഗത്ത് പ്രദേശം ഏറെ പിന്നിലായിരുന്നു. ദുർഘടമായ പാതകളായിരുന്നു മേഖലയിലെ ആളുകളുടെ ഏക യാത്രാമാർഗം. 1-8 വാർഡുകളിലൂടെ കടന്നുപോകുന്ന 8-ാം നമ്പർ പ്ലാമൂട് കുര്യൻകണ്ടം റോഡാണ് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. 3,16,27,000 രൂപ വകയിരുത്തിയാണ് പാത നിർമ്മിക്കുന്നത്. 3.25 കിലോമീറ്റർ ദൂരത്തിൽ ഓട, സ്ലാബുകൾ, മറ്റ് അനുബന്ധ നിർമ്മാണങ്ങൾ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. പാതയുടെ നിർമ്മാണ ഉദ്ഘാടനം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ജില്ല ഇപ്പോൾ ടൂറിസം വികസനത്തിന്റെ പാതയിലാണ്. ഓരോ മേഖലയിലും മികച്ച പാതകൾ എത്തുമ്പോൾ അവിടെയെല്ലാം പുതിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉടലെടുക്കുമെന്നും അത് നാടിന്റെ വികസനത്തിന് വഴിവെക്കുമെന്നും MP പറഞ്ഞു. ഓരോ പ്രദേശത്തും ഓരോ റോഡുകൾ സാധ്യമാകുമ്പോൾ അവിടെയെല്ലാം പുതിയ പുതിയ ടൂറിസം കേന്ദ്രങ്ങൾ വളർന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മുടെ ഈ പീരുമേട് അസംബ്ലി നിയോജക മണ്ഡലം കഴിഞ്ഞ കുറേ നാളുകളായി വാഗമൺ കേന്ദ്രീകരിച്ചുകൊണ്ട് ടൂറിസം ഡെവലപ്മെന്റിന് വേണ്ടി നല്ല നിലയിലുള്ള ഇടപെടൽ ഉണ്ടായപ്പോൾ റെക്കോർഡ് തരത്തിലുള്ള ടൂറിസ്റ്റുകളാണ് ഈ പ്രദേശങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ ഇക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട്, ഫാം ടൂറിസവുമായി ബന്ധപ്പെട്ടൊക്കെ അനന്തമായ സാധ്യതകൾ നിറഞ്ഞു നിൽക്കുകയാണ്. പാതയുടെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ 500ഓളം കുടുംബങ്ങൾക്കാണ് പ്രയോജനം ലഭിക്കുക. ഒപ്പം പശുപ്പാറ, ഏലപ്പാറ എന്നിവിടങ്ങളിലേക്ക് വളകോട് ഭാഗത്തു നിന്ന് എളുപ്പത്തിലെത്തുവാനും സാധിക്കും. എത്രയും വേഗം നിർമ്മാണം പൂർത്തിയാക്കാനാണ് അധികൃതരുടെ ശ്രമം. യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഫ്രാൻസിസ് ദേവസ്യ അധ്യക്ഷനായിരുന്നു. PMGSY ഓവർസിയർ ജെയിംസ് തോമസ് പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തെക്കുമ്പേൽ, അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ, അപ്പച്ചൻകുട്ടി, ഷാൽ വെട്ടിക്കാട്ട്, ആലീസ് തോമസ്, ഷാജി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് ജനുവരി 18, 19, 20 തീയതികളിൽ കുമളി ഹോളിഡേ ഹോമിൽ നടക്കും. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പതാക ഉയർത്തുന്നതോടെ ക്യാമ്പിന് തുടക്കം കുറിക്കുമെന്ന് നേതാക്കൾ കുമളിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
മണ്ഡലം പ്രസിഡന്റുമാർ, നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ, ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ എന്നിവരാണ് ക്യാമ്പ് അംഗങ്ങൾ. ഇന്റർനാഷണൽ ട്രെയിനർ ജസ്റ്റിൻ തോമസ്, അഡ്വക്കേറ്റ് സുരേഷ് കോശി, അഗ്രികൾച്ചറൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഈപ്പൻ വെട്ടത്ത്, അഡ്വക്കേറ്റ് സേനാപതി വേണു, ചിഞ്ചു വർക്കി, EN ഹർഷകുമാർ തുടങ്ങിയവർ വിവിധ ക്ലാസുകൾ നയിക്കും. ഏലം, കുരുമുളക്, സ്പൈസസ് ഉൽപ്പന്നങ്ങൾ, റബ്ബർ, തെങ്ങ്, കവുങ്ങ്, അടയ്ക്ക, നെൽകൃഷി, ക്ഷീരമേഖല, കാർഷിക മേഖല നേരിടുന്ന പ്രതിസന്ധികൾ, ടൂറിസം മേഖല, ജില്ലയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ, വന്യമൃഗശല്യം എന്നീ വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചയും സംവാദങ്ങളും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നിയമസഭ പാസാക്കിയത് ഇടുക്കി ജില്ലയിലെ നിലവിലുള്ള കെട്ടിടങ്ങളുടെ നിലവിൽ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളെ ക്രമവൽക്കരിക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പണ്ടുകാലം തൊട്ട് പഞ്ചായത്ത് പെർമിറ്റ് കൊടുത്ത് പഞ്ചായത്ത് നമ്പറിട്ട് നമ്മൾ ടാക്സ് അടച്ചു വരുന്ന കെട്ടിടങ്ങളാണ് ഇന്ന് 1964 ശേഷം ഈ ജില്ലയിൽ നിർമ്മിച്ചിട്ടുള്ളത്. ആരും സ്വന്തമായി അനധികൃതമായി നിർമ്മിച്ചതല്ല. ഇതൊക്കെ പഞ്ചായത്ത് ടാക്സ് അടയ്ക്കുന്ന കെട്ടിടങ്ങളാണ്. ആ കെട്ടിടങ്ങളെ അനധികൃതമാക്കിക്കൊണ്ട് ആ കെട്ടിടങ്ങളെ ക്രമവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഡിനൻസ് ഒപ്പിടാനാണ് ഗവർണർ കൊടുത്തിരിക്കുന്നത്. അത് ഗവർണർ ഒപ്പിടാതിരിക്കുന്നതിൻ്റെ കാര്യം ഗവർണർക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ്. ഞങ്ങൾ ചോദിക്കുന്നത്, എന്തിനാണ് ഈ സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ വളഞ്ഞ വഴിക്ക് പോകുന്നത്? 64 ഭൂപതിവ് ചട്ടമനുസരിച്ച് ഖണ്ഡിക 4A പറയുന്നു, വാസയോഗ്യമായ വീട് വെക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും മാത്രമാണ് ഈ പട്ടയം നൽകപ്പെട്ടിരിക്കുന്നത്. അതാണ് നിലനിൽക്കുന്നത്. ആ ഖണ്ഡികയിൽ വീട് വെക്കുന്നതിനും കൃഷി ചെയ്യുന്നതിനും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും എന്ന ഒരു വരി എഴുതി ചേർത്താൽ അത് മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കാവുന്ന കാര്യമുള്ളൂ. ഈ ജില്ലയിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും. 18-ാം തീയതി 5 മണിക്ക് AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി പതാക ഉയർത്തുന്നതോടെ ക്യാമ്പിന് തുടക്കം കുറിക്കും. 19-ാം തീയതി രാവിലെ 10 മണിക്ക് അടൂർ പ്രകാശ് MP ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. 20-ന് സമാപന സമ്മേളനം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട്, നേതാക്കളായ ജോസ് മുത്തനാട്ട്, അജി കളത്തുകുന്നേൽ, അജി കീഴ്വാറ്റ്, ജോസ് ആനക്കല്ലിൽ, MP ഫിലിപ്പ്, രാജു മത്തായി എന്നിവർ പങ്കെടുത്തു. മലയോര ഹൈവേ നിർമ്മാണം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ CPM-ന് പിന്നാലെ കാഞ്ചിയാട്ടിലെ വ്യാപാരി വ്യവസായി സമിതിയും രംഗത്ത്. നിർധനരായവരടക്കം റോഡ് വികസനത്തിന് സ്ഥലം വിട്ടു നൽകുമ്പോൾ ചില ആളുകൾ വികസന വിരോധികളെപ്പോലെ പെരുമാറുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. സ്വകാര്യ വ്യക്തി സ്ഥലം വിട്ടു നൽകുവാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് മലയോര ഹൈവേയിൽ പാലാക്കട മുതലുള്ള 500 മീറ്റർ ഭാഗത്തെ നിർമ്മാണമാണ് മുടങ്ങിക്കിടക്കുന്നത്. വേദികൂട്ടൽ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സ്വകാര്യ വ്യക്തി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇതോടെ ഇടുങ്ങിയ പാലം ഉൾപ്പെടെ പൊളിച്ചു നീക്കുന്നതിന് പോലും കരാർ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല. റോഡ് വികസനത്തിന് തടസ്സം നിൽക്കുന്ന വ്യക്തിക്കെതിരെ കഴിഞ്ഞ ദിവസം CPM പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വ്യാപാരി വ്യവസായി സമിതിയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. റോഡ് നിർമ്മാണം തടസ്സപ്പെടുത്തുന്നവർക്കെതിരെ ജനകീയ സമരം നടത്താനാണ് തീരുമാനമെന്ന് വ്യാപാരി വ്യവസായി സമിതി ഭാരവാഹികൾ പറഞ്ഞു. അതിന് അറിയാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, സ്വകാര്യ വ്യക്തികൾ അവർ കോടതിയെ സമീപിക്കുകയും സ്റ്റേ ചെയ്തതിൻ്റെയും പേരിലാണ് ഇപ്പോൾ ഈ പണികൾ, ആ ഭാഗത്തെ പണികൾ നിർത്തിവച്ചിരിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാക്കടയിലെ കാര്യങ്ങൾ തന്നെയാണ്. പാലാക്കടയിലെ വളരെ ഇടുങ്ങിയ പാലം, ഈ ഇടുങ്ങിയ പാലം വികസിപ്പിച്ചില്ല എങ്കിൽ ഈ മലയോര ഹൈവേയുടെ പ്രയോജനം ഒരു കാരണവശാലും മറ്റുള്ള യാത്രക്കാർക്ക് ആർക്കും ഉണ്ടാകുന്ന സാഹചര്യമല്ല. ഇടുങ്ങിയ പാലമാണ്. അതോടൊപ്പം തന്നെ വാഹനങ്ങൾ പോകുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ ഉപരിയായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മലയോര ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് 5 സെൻറ്റും 10 സെൻറ്റും അരയേക്കർ സ്ഥലമുള്ളവർ അവരുടെ വീടും വീടിൻ്റെ ഷെയ്ഡും അതുപോലെ തന്നെ മുറ്റം വരെ പൊളിച്ചു കൊടുത്താണ് ഈ മലയോര ഹൈവേയുടെ വികസനത്തിൻ്റെ ഭാഗമായി തീർന്നത്. എന്നാൽ ജന്മിമാരായ ചില ആൾക്കാർ, സാമ്പത്തികമായി വളരെ മുന്നോക്കം നിൽക്കുന്ന ആൾക്കാർ, അവന്മാർ സമൂഹത്തിൻ്റെ ഭാഗമായി, വികസനത്തിൻ്റെ ഭാഗമായി തീരാതെ ഒരു പ്രത്യേക രീതിയിൽ അവന്മാർക്ക് പണമുണ്ട് എന്നുള്ള രീതിയിൽ ആ അഹങ്കാരത്തിൻ്റെ പേരിലാണ് ഈ വികസനത്തിനെതിരായിട്ട് നിൽക്കുന്നത്. സമൂഹത്തിൽ ഈ വികസനത്തിൻ്റെ ഭാഗമായി ഇവർ നിന്നില്ല എങ്കിൽ സമൂഹം വരെ ഒറ്റപ്പെടുത്തുമെന്നും ഇതിന് തിക്താനുഭവങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മറ്റിടങ്ങളിൽ നിർധനരായവർ വരെ സ്ഥലം വിട്ടു നൽകിയപ്പോൾ അതിധനികരായ വ്യക്തികൾ തടസ്സം നിൽക്കുന്നത് അംഗീകരിക്കാനാവില്ല. മലയോര ഹൈവേ 2ാം റീച്ചിൽ കാഞ്ചിയാർ പാലാക്കടയിൽ മാത്രമാണ് നിർമ്മാണ തടസ്സമുള്ളത്. മറ്റിടങ്ങളിൽ ദ്രുതഗതിയിലാണ് കലുങ്ക് നിർമ്മാണം ഉൾപ്പെടെ കരാർ കമ്പനി നടത്തുന്നത്. ചികിത്സയിൽ കഴിയുന്ന വയോധികനെ വീട് കയറി ആക്രമിച്ചതായി പരാതി. രാജകുമാരി വെള്ളംചേരിയിൽ പാപ്പച്ചനാണ് ആക്രമണത്തിനിരയായത്. പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ 13-ാം തീയതിയാണ് സംഭവം. ശ്വാസം മുട്ടലിനെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്നയാളാണ് രാജകുമാരി സ്വദേശി വെള്ളംചേരിയിൽ VU പാപ്പച്ചൻ.
വർഷങ്ങളായി ജോലിക്ക് പോകുവാൻ സാധിക്കാതെ വീട്ടിൽ തന്നെ കഴിയുന്ന പാപ്പച്ചനെ യാതൊരു പ്രകോപനവും കൂടാതെ സമീപവാസി വീട്ടിൽ കയറി ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് പരാതി. ഭാര്യ ഓമനയെയും ആക്രമിക്കുകയും ചീത്ത വിളിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ 2 വട്ടം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ആരോപണമുണ്ട്. ഒരു പ്രകോപനവും കൂടാതെ എൻ്റെ വീട്ടിനകത്ത് കയറി വന്ന് എന്നെ ബലമായി ഉപദ്രവിക്കാനും എൻ്റെ ഭാര്യയെ പിടിച്ച് തള്ളുകയും അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്ത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. എൻ്റെ ഇറയത്ത് കിടന്ന കസേര എടുത്ത് എറിഞ്ഞു കളഞ്ഞു. ഉടൻ തന്നെ ഞാൻ പോലീസിനെ വിളിച്ചു വരുത്തി. പോലീസ് വന്നപ്പോഴത്തേക്ക് അവർ വിട്ടു. പോലീസ് പിന്നെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഞാൻ പരാതി 2 പ്രാവശ്യം കൊടുത്തു. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിയമപരമായി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകാൻ അപേക്ഷിക്കുന്നു. ആക്രമിച്ച സമീപവാസിക്കെതിരെ നടപടി വേണമെന്നും സ്വന്തം വീട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും പരാതിക്കാരൻ ആവശ്യപ്പെട്ടു. കട്ടപ്പന നഗരസഭയുടെ നേതൃത്വത്തിൽ ഓർമ്മച്ചെപ്പ് സംഘടിപ്പിച്ചു. 600ഓളം വയോജനങ്ങൾ ഓർമ്മച്ചെപ്പിൽ പങ്കെടുത്തു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ ഓർമ്മച്ചെപ്പ് 2014 ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന്റെ സമൂല വളർച്ചയ്ക്ക് ജീവിതം സമർപ്പിച്ചവരാണ് നമ്മുടെ മുതിർന്ന പൗരന്മാർ. ജീവിത സഹനങ്ങളിൽ സമാധാനത്തോടും ആരോഗ്യ സൗഭാഗ്യങ്ങളോടുമുള്ള ഒരു ജീവിതം അവർക്കായി ഒരുക്കേണ്ടതും സമൂഹത്തിന്റെ കടമയാണ്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷനും കട്ടപ്പന നഗരസഭയും ചേർന്നാണ് വയോമിത്രം പദ്ധതി വഴി വയോജനങ്ങൾക്കായി ശാരീരിക മാനസിക ആരോഗ്യ പരിപാലനവും മാനസിക ഉല്ലാസ പ്രവർത്തനങ്ങളും പ്രത്യേക ദിനാഘോഷങ്ങളും ഉല്ലാസയാത്രകളും കലാപരിപാടികളും സംഘടിപ്പിക്കാറുള്ളത്. ഇതിന്റെ ഭാഗമായാണ് ഓർമ്മച്ചെപ്പ് 2024 എന്ന പേരിൽ വയോമിത്രം വാർഷിക ആഘോഷവും വയോജന സംഗമവും കലാവിരുന്നും സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ ഓർമ്മച്ചെപ്പ് 2014 ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി അധ്യക്ഷനായിരുന്നു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലീലാമ്മ ബേബി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി, നഗരസഭാ കൗൺസിലർമാരായ ജെസി ബെന്നി, രാജൻ കാലാച്ചിറ, ധന്യ അനിൽ, തങ്കച്ചൻ പുരയിടം, സുധർമ്മ മോഹനൻ, ബിന്ദുലത രാജു, സജിമോൾ ഷാജി, രജിത രമേശ്, പ്രശാന്ത് രാജു, ബിനു കേശവൻ, ഡോക്ടർ ഐറിൻ എലിസബത്ത്, വയോമിത്രം കോർഡിനേറ്റർ ഷിൻഡോ ജോസഫ്, CDS ചെയർപേഴ്സൺ രത്നമ സുരേന്ദ്രൻ, വൈസ് ചെയർപേഴ്സൺ ബീന സോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും സമ്മാനദാനവും സ്നേഹവിരുന്നും നടന്നു. ജീവിതമല്ലെങ്കിൽ നാം വിട്ടു പൂവിട്ടു ഫലങ്ങളായി 4-5 കൺമണികൾ നാടിൻ നോവലകളായി ചങ്ങാതികൾ 100 ഉണ്ടാർന്നേ. ആ നാട്ടിൽ തണലുണ്ടാർന്നേ. മൺവഴിയിൽ മരമുണ്ടാർന്നേ. മരമൂട്ടിൽ കളിചിരി പറയാൻ ചങ്ങാതികൾ 100 ഉണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ. നരകത്തിൽ ചൂടില്ലാർന്നേ. തീവെട്ടിക്കളവില്ലാർന്നേ. തിന്നണതൊന്നും വിഷമല്ലാർന്നേ. മാധ്യമരംഗത്ത് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിയ മാധ്യമപ്രവർത്തകരെ ആദരിച്ചു. തേക്കടി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് നടത്തിയത്. പ്രസ് ക്ലബ് പ്രസിഡന്റ് PK ഹാരിസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തേക്കടി പ്രസ് ക്ലബിൽ നിന്നും മാധ്യമപ്രവർത്തന രംഗത്ത് ഉന്നത മേഖലയിൽ എത്തിയവരെയാണ് ആദരിച്ചത്. തേക്കടി പ്രസ് ക്ലബിലെ മാധ്യമപ്രവർത്തകരായ KV സന്തോഷ് കുമാർ, KA അബ്ദുൾ റസാഖ്, അഷ്റഫ് കരിപ്പായിൽ, അനീഷ് ON, ജോബിൻ ജോസഫ് എന്നിവരെ മൊമന്റോയും പൊന്നാടിയും നൽകി ആദരിച്ചു. തേക്കടി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി ക്ലബ് പ്രസിഡന്റ് PK ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാടി വളരെ നേരത്തെ നടത്തേണ്ട ഒരു കാര്യമായിരുന്നു. അത് നടത്താനായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ആലോചിച്ചതെങ്കിലും സാഹചര്യം അത് നടക്കാതെ പോയി. എന്തായാലും പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രാദേശികമായിട്ടുള്ള പ്രസ് ക്ലബും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ അവരുടെ ഒരു അത്താണി എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ ശക്തമാക്കുക, നമ്മുടെ കൂട്ടായ്മ ശക്തിപ്പെട്ടിരിക്കുക. നമ്മളെല്ലാം പലപ്പോഴും പല പല ചിന്തകളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ തടവറയ്ക്കുള്ളിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മുടെയൊക്കെ വാർത്തയും സാഹചര്യങ്ങളും ഒക്കെ അങ്ങനെയാണ്. നമ്മളെല്ലാം ഓരോ സ്ഥാപനങ്ങളുടെ ആൾക്കാരാണെങ്കിലും നമ്മളെല്ലാം സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു പ്രദേശത്ത് നിൽക്കുന്ന നാട്ടുകാരാണ്. നമ്മുടെ നാട്ടുകാരെന്നുള്ള നിലയിൽ നാട്ടുകാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെന്നുള്ള നിലയിൽ നമുക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട് നാട്ടുകാർ. യോഗത്തിൽ പ്രസ് ക്ലബ് സെക്രട്ടറി ജെയ്സൺ എബ്രഹാം, കമ്മിറ്റി അംഗങ്ങളായ ജോയി ഇരുമേട, ഷിജു VR, സനു പുതുപ്പറമ്പിൽ,
പ്രസ് ക്ലബ് മുൻ ഭാരവാഹികൾ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കാഞ്ചാർ കൃഷിഭവനിൽ കൃഷി ഓഫീസർ സ്ഥലം മാറിപ്പോയ ശേഷം പുതിയ ഓഫീസർ എത്താതായതോടെ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായി. 3 മാസം മുൻപാണ് കൃഷി ഓഫീസർ സ്ഥലം മാറിപ്പോയത്. എന്നാൽ തുടർന്ന് പുതിയ കൃഷി ഓഫീസറെ നിയമിക്കുന്നതിന് വകുപ്പ് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ലെന്ന ആക്ഷേപമാണ് ഉയരുന്നത്. കാഞ്ചിയാർ കൃഷി ഓഫീസിൽ നിലവിൽ ഉപ്പുതറ കൃഷി ഓഫീസർക്കാണ് അധിക ചുമതല. എന്നാൽ ഉപ്പുതറ കൃഷി ഓഫീസ് പരിധിയിൽ ഏറെ സ്ഥലങ്ങൾ ഉള്ളതിനാൽ ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് കൃഷി ഓഫീസറുടെ സേവനം ലഭ്യമാകുക. ഇതോടെ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ സേവനങ്ങൾ മുടങ്ങി. കർഷകർക്കായി വാർഷിക പദ്ധതിയിൽ പഞ്ചായത്ത് പ്രഖ്യാപിച്ച സേവനങ്ങൾ പോലും കൃഷി ഓഫീസുമായി ചേർന്ന് നടപ്പിലാക്കാനാകാത്ത സ്ഥിതിയാണ്. റംബൂട്ടാൻ തൈ വിതരണം, ജൈവ വള വിതരണം, ജലസേചന പമ്പുസെറ്റ് വിതരണം, മഞ്ഞൾ, ഇഞ്ചി കൃഷിക്കാവശ്യമായ സഹായങ്ങൾ എന്നിവ നടത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ പഞ്ചായത്ത് ഒരുക്കിയിരുന്നു. എന്നാൽ കൃഷി ഓഫീസർ ഇല്ലാതായതോടെ ഇവയുമായി ബന്ധപ്പെട്ട നടപടികൾ നിലച്ചു. പഞ്ചായത്തുമായി ചേർന്ന് നടത്തേണ്ട ജൈവ വള വിതരണം പോലും പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ തെക്കേൽ ആരോപിച്ചു. നിലവിലുണ്ടായിരുന്ന കൃഷി ഓഫീസർ പ്രൊമോഷൻ ലഭിച്ച സ്ഥലം മാറിപ്പോയി. പകരം കാഞ്ചിയാർ കൃഷിഭവനിലേക്ക് ഒരു കൃഷി ഓഫീസറെ നിയമിക്കാനായിട്ട് നാളെ ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. നിലവിൽ ഉപ്പുതറ കൃഷി ഓഫീസർക്കാണ് കാഞ്ചിയാറിൻ്റെ അധിക ചുമതല നൽകിയിരിക്കുന്നത്. ഉപ്പുതറ പോലുള്ള വിസ്തൃതമായ മേഖലയിൽ കൃഷി ഓഫീസർക്ക് അവിടെ ധാരാളം പണികളുണ്ട്. പിന്നെ നമുക്കിവിടെ എത്തുക 2 ദിവസം മാത്രം ആഴ്ചയിൽ. 2 കൃഷിഭവൻ്റെയും പ്രവർത്തന സത്യത്തിൽ താളം തെറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇവിടെ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട ജൈവവള വിതരണം ഉൾപ്പെടെ അലങ്കോലപ്പെട്ടു. നിലവിൽ സ്ഥിരമായിട്ടൊരു കൃഷി ഓഫീസർ ഉണ്ടെങ്കിൽ മാത്രമേ പേപ്പർ വർക്കുകൾ കൃത്യമായിട്ട് നടപ്പാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ച് കാഞ്ചിയാർ കൃഷിഭവനിൽ കൃഷി ഓഫീസറെ നിയമിക്കണമെന്നാണ് UDFിൻ്റെ ആവശ്യം. കാഞ്ചിയാർ മേഖലയിൽ കുരുമുളകിന് രോഗം പടർന്നു പിടിക്കുന്നുണ്ടെങ്കിലും പരിഹാരം നിർദ്ദേശിക്കാൻ കൃഷിവകുപ്പിന് കഴിയുന്നില്ല. ഒട്ടേറെ കർഷകരുള്ള പ്രദേശത്ത് കൃഷി ഓഫീസർ ഇല്ലാതായതോടെ ഓഫീസിലെ മുഴുവൻ സേവനങ്ങളും മുടങ്ങിയിരിക്കുകയാണ്. കൃഷി ഓഫീസറെ നിയമിച്ച് കർഷകർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കണമെന്ന് നാളുകളായി കർഷകർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല. അധികൃതരുടെ ഭാഗത്തു നിന്നും ഉടനടി നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. കട്ടപ്പന നഗരസഭയിൽ KSWMP പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ ഉപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനം നടന്നു. നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫയർ എക്സ്റ്റിംഗ്യൂഷർ, പവർ സ്പ്രേയർ തുടങ്ങിയ വിവിധ ഉപകരണങ്ങളുടെയും നഗരസഭയിലെ സാനിറ്ററി വർക്കേഴ്സിനുള്ള വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളുടെയും വിതരണമാണ് നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്നത്. കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാൻ ഉപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കേരളത്തിന്റെ മുമ്പിലും ഇന്ത്യയുടെ മുമ്പിലും കട്ടപ്പന മുനിസിപ്പാലിറ്റി എന്ന ഒരു പേര് ഉയർത്തിപ്പിടിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. അതിന് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ആദ്യമേ തന്നെ നിങ്ങളോടുള്ള അതിൻ്റെ നന്ദി അറിയിക്കട്ടെ. ഞാൻ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് ബ്ലോക്ക് ഏതുമായിട്ട് നമ്മുടെ കട്ടപ്പനയാണെന്ന് തന്നെ എവിടെ ചെന്നാലും ഞാൻ പറയും. കാരണം അത്രയ്ക്കും വൃത്തിയും വെറുപ്പോടും കൂടിയാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി പോകുന്നത്. അതിന് നമുക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് ഈ പറയുന്ന റാങ്കുകൾ. നമുക്കറിയാം കേരളത്തിൽ തന്നെ 5-6 റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറഞ്ഞ പാർട്ടിയൊന്നും അല്ലല്ലേ. അപ്പോൾ തന്നെ നാഷണൽ ലെവലിൽ 98 റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കുറഞ്ഞ പാർട്ടിയൊന്നുമല്ല. സ്ഥിരം സമിതി അധ്യക്ഷ ലീലാമ്മ ബേബി യോഗത്തിൽ അധ്യക്ഷയായിരുന്നു. വാർഡ് കൗൺസിലർമാർ, KSWMP പ്രതിനിധികൾ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. തെങ്ങോലക്കെട്ടുമായി പോയ വാഹനത്തിന് വണ്ടിപ്പെരിയാർ നെല്ലിമലയ്ക്ക് സമീപത്ത് വെച്ച് തീപിടിച്ചു. തമിഴ്നാട് കമ്പത്ത് നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് ഉണങ്ങിയ തെങ്ങോലിയുമായി പോയ ലോറിക്കാണ് തീപിടിച്ചത്. പീരുമേട് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. വണ്ടിപ്പെരിയാർ നെല്ലിമല ജംഗ്ഷന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടുകൂടിയായിരുന്നു അപകടം. തമിഴ്നാട് കമ്പത്തു നിന്നും ചങ്ങനാശ്ശേരിയിലേക്ക് ഉണങ്ങിയ തെങ്ങോലിയുമായി പോയ ലോറിയിൽ പുക ഉയരുന്നത് കണ്ട് നാട്ടുകാർ വിവരം ഡ്രൈവറെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് വാഹനം സൈഡിലേക്ക് ഒതുക്കി. ഈ സമയം പീരുമേട് ഫയർഫോഴ്സിലും വിവരമറിയിച്ചു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീയണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ ഫയർഫോഴ്സും സ്ഥലത്തെത്തി. നാട്ടുകാരുടെ സംയോജിത ഇടപെടൽ വലിയ അപകടം ഒഴിവാക്കി. കാഞ്ചിയാർ ലബ്ബക്കട മണ്ണാറമറ്റം വെളിലാങ്കണ്ടം റോഡിൽ അപകടക്കണിയായിരുന്ന ഗർത്തങ്ങൾ നികത്തി നാട്ടുകാരും പഞ്ചായത്തും. റോഡിന്റെ ശോച്യാവസ്ഥ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു.
ഏറെ നാളായി തകർന്നു കിടന്നിരുന്ന കാഞ്ചിയാർ വെള്ളിയാങ്കണ്ടം ലബ്ബക്കട റോഡിനാണ് ഒരു പരിധിവരെ ശാപമോക്ഷമാകുന്നത്. റോഡിലെ മിക്ക ഭാഗങ്ങളും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലായിരുന്നു. കോൺക്രീറ്റ് കമ്പികൾ വരെ വെളിയിൽ വന്ന നിരന്തരമായി അപകടങ്ങളടക്കം നടക്കുന്നതും പതിവായിരുന്നു. ഇതേ തുടർന്നാണ് പഞ്ചായത്തിൽ നിന്നും അടിയന്തരമായി 1 ലക്ഷം രൂപ അനുവദിക്കുകയും നാട്ടുകാരുടെ ഇടപെടലിൽ പിരിച്ച തുകയും ചേർത്ത് കോൺക്രീറ്റ് പണികൾ നടത്തിയത്. ഇത് വെള്ളിയാങ്കണ്ടം ലബ്ബക്കട റോഡായിരുന്നു. ഈ വഴി അപ്പിടിക്കാട്ടറായി കിടക്കുമായിരുന്നു. ദിനം പ്രതി അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ ദിവസം മീഡിയ വന്ന് ഇത് എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് മെമ്പറുടെ ഇവിടെ ഞങ്ങളുടെ കാഞ്ചിയാർ പഞ്ചായത്തും നാട്ടുകാരുടെ ഇവിടെ ഇടപെട്ട് ഈ റോഡ് കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ റോഡ് ഇത്രയും ഭാഗമാണ് ചെയ്തത്. ഇത് കഴിഞ്ഞ് ഗ്രാമസഭയിൽ ജോമൻ മെമ്പർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ റോഡ് മുഴുവനും വീതി കൂട്ടി പണിത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശബരിമല സീസണിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സഞ്ചരിച്ച വഴി കൂടിയാണിത്. റോഡിന്റെ ബാക്കി ഭാഗം കൂടി അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. ലബ്ബക്കട മണ്ണാർമറ്റംപടി വെള്ളിലാങ്കണ്ടം റോഡിലെ ഉറുമ്പിൽപ്പടിയിൽ റോഡിലെ അപകടക്കണിയൊരുക്കിയിരുന്ന കുഴികൾ നികത്തുന്നതിന് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അടിയന്തരമായിട്ട് 10,000 രൂപ അനുവദിച്ച് അതോടൊപ്പം തന്നെ പ്രദേശവാസികളുടെ സഹകരണത്തോടെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്ത പണം ഉപയോഗിച്ച് അങ്ങനെ 10,000 രൂപ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചു. അങ്ങനെ ആ റോഡിലെ കുഴികൾ അടച്ചിട്ടുണ്ട്. അത് ഗുരുതരമായ അപകടങ്ങൾക്കിടയാക്കുന്നതായിട്ട് ചാനലുകളും വാർത്താമാധ്യമങ്ങളുമൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അടിയന്തര നടപടി സ്വീകരിച്ചു. നമ്മൾ ആ കുഴികൾ നാട്ടുകാരുടെ സഹകരണത്തോടെ പൂർണ്ണമായിട്ട് അടച്ചു. ലബ്ബക്കടയിൽ നിന്നും ഏറ്റവും എളുപ്പത്തിൽ വെള്ളിലാങ്കണ്ടം എത്തിച്ചേരാൻ സാധിക്കുന്ന റോഡ് കൂടിയാണിത്. മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി നടക്കുന്നതിനാൽ ഇതുവഴി നിരവധി വാഹനങ്ങളാണ് ദിവസവും കടന്നു പോകുന്നത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കാളയെ ദൈവമായി ആരാധിച്ചു വരുന്ന ഒരു ക്ഷേത്രമുണ്ട് തമിഴ്നാട് കമ്പത്ത. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമായ തൈപ്പൊങ്കൽ ദിനത്തിലെത്തുന്ന 10,000-കണക്കിന് വിശ്വാസികൾ പഴങ്ങളും മറ്റ് വിഭവങ്ങളും പട്ടത്തുമാടിന് കാണിക്കയായി സമർപ്പിക്കും. നെറ്റിയിൽ വെള്ളിച്ചുട്ടി ധരിച്ച ഉടയാടി അണിഞ്ഞു നിൽക്കുന്ന പട്ടത്തുമാടിന്റെ തലയെടുപ്പ് ഗജവീരന്മാർക്ക് തുല്യമാണ്. നൂറ്റാണ്ടുകളുടെ ചരിത്രവും ഐതിഹ്യവും പേറുന്ന നന്ദഗോപാലൻ തമ്പിനാൻ മാട്ടുത്താവളം ക്ഷേത്രത്തിൽ കൂർത്ത കൊമ്പുകളുമായി തലയെടുപ്പോടെ നിൽക്കുന്ന പട്ടത്തുമാട് അഥവാ കാളകളുടെ രാജാവ്. മറ്റ് ഉപദേവതകൾ ഉണ്ടെങ്കിലും ഗൗഡർ സമുദായത്തിന്റെ ദൈവവും ആരാധനാമൂർത്തിയുമെല്ലാം മാടുകളുടെ രാജാതിരാജയായ പട്ടത്തുമാടാണ്. ക്ഷേത്രത്തിലെ ഗോശാലയിലുള്ള 537 മാടുകളുടെ അധിപനും ഇവൻ തന്നെ. നെറ്റിയിൽ വെള്ളിച്ചുട്ടി ധരിച്ച് ഉടയാടി അണിഞ്ഞു നിൽക്കുന്ന പട്ടത്തുമാടിന്റെ തലയെടുപ്പ് ഗജവീരന്മാർക്ക് തുല്യമാണ്. നൂറ്റാണ്ടുകളായി ഒരേ ഇനത്തിൽപ്പെട്ട പട്ടത്തുമാടിനെയാണ് ക്ഷേത്രത്തിൽ ആരാധിച്ചു വരുന്നത്. ഒരെണ്ണം ചാകുമ്പോൾ 12 ദിവസം ക്ഷേത്രം അടച്ചിടും. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം അതിന്റെ കുഞ്ഞുങ്ങളെ മാത്രം ഗോശാലയിൽ നിന്ന് ക്ഷേത്ര വളപ്പിലെത്തിക്കും. തുടർന്ന് 2 ഇടങ്ങളിലായി പാലും കരിമ്പും ഒരുക്കി വച്ച ശേഷം കിടാരികളെ തുറന്നുവിടും. ആദ്യം പാൽ കുടിച്ച ശേഷം കരിമ്പ് ഭക്ഷിക്കുന്ന മാടാണ് അടുത്ത പട്ടത്തുമാടായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് ഇത് ചാകുന്നതുവരെ മാടുകളുടെ രാജാവായും ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തിയായും അവരോധിക്കപ്പെടുന്നു. இந்த ப்ராசஸ் ஆரம்பிக்கும் போது பட்டத்து ராஜா எடுக்கும்போது அந்த கோயில் சார்ந்த அத்தனை காளைகளையுமே வெளியே விடுவாங்க. விடும்போது எல்லா காளைகளுமே வந்து நேராக போய் கரும்பை கடிக்கும். ஆனால் இங்கே ராஜாவாகக்கூடிய மகிமை இருக்கக்கூடிய
காளை மட்டும் நேராக போய் பாலை மோந்து பார்த்துட்டு அதை குடிச்சிட்டு அதுக்கப்புறம் வந்து கரும்பு சுவை அடிக்கும். இது வந்து நார்மலாக எல்லா மாடுகளுமே விட்டால் பச்சை புல் தான் சாப்பிட போகும். அந்த கடவுள் அனுகிரகம் இருக்கக்கூடிய காளை மட்டுமே அந்த பாலை சாப்பிட்டுட்டு அதுக்கப்புறம் போய் கரும்பு கடிக்கும். அந்த மாடு தான் இந்த கோயிலோட தெய்வம். இந்த கோயிலுக்கு மட்டும் இல்லை, இந்த தேனி ജില്ലയിൽ இருக்கக்கூடிய அத்தனை மக்களுக்குமே அந்த மாடு தான் தெய்வம். തൈപ്പൊങ്കൽ ദിനത്തിൽ ക്ഷേത്രത്തിലെ മുഴുവൻ വിശ്വാസികളും ഇവിടെ എത്തുമെന്നാണ് ആളുകൾ പറയുന്നത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകലൂട്ട് 208, വിൽപ്പനയ്ക്ക് വന്നത് 60,235, വിൽപ്പന നടന്നത് 59,322, കൂടിയ വില 2,499, ശരാശരി വില 1,612. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 580 രൂപ, ഏലം കൂടിയ വില 1,600, ഏലം ശരാശരി വില 1,400. കാപ്പിപ്പരിപ്പ് 240, ഗ്രാമ്പു 1000, കൊക്കോ 50, റബ്ബർ 150. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 5,770 രൂപ, വെള്ളി 77. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പട്ടയ വിതരണം തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധി സർക്കാർ ചോദിച്ചു വാങ്ങിയതെന്ന ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. ഇടുക്കിയെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ടെന്നും ജില്ലയിലെ പ്രതിസന്ധികൾ കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും MP. പൂപ്പാറയിൽ ഒഴുക്കിൽപ്പെട്ട് 2.5 വയസ്സുകാരൻ മരിച്ചത് തമിഴ്നാട് തേനി സ്വദേശികളായ കണ്ണൻ ഭുവനേശ്വരി ദമ്പതികളുടെ ഇളയ മകൻ മിത്രൻ. അപകടം പൂപ്പാറ മൂലത്തറയിലെ അമ്മ വീട്ടിലെത്തിയപ്പോൾ. ഇടുക്കി വന്യജീവി സങ്കേതത്തിലെ കണ്ണമ്പടി ആദിവാസി ഊരുകളിൽ അടിസ്ഥാന വികസനം നടപ്പിലാക്കാൻ പദ്ധതി തയ്യാറാകുന്നു. പദ്ധതി നടപ്പാക്കുന്നത് നബാർഡിന്റെ 25 കോടി രൂപയുടെ സഹായത്തോടെ പട്ടികവർഗ വകുപ്പ്. ലക്ഷ്യം കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ ആദിവാസി കോളനികളുടെ സമഗ്ര വികസനം. നെടുങ്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന പദവിയിലേക്ക്. ഈ പദവിയിലെത്തുന്ന ഇടുക്കിയിലെ ആദ്യ ദേവാലയമാണ് നെടുങ്കണ്ടം. മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പ്രഖ്യാപനവും നവീകരിച്ച ദേവാലയത്തിന്റെ കൂദാശിയും വ്യാഴാഴ്ച നടക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.